നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആർക്കും എന്നോട് പ്രയാസമൊന്നും തോന്നരുത്. വലിയ ആലിമീങ്ങളും വയസ്സുള്ള ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആളോടാണ് ചോദിക്കണമെന്ന് കരുതിയാൽ മതി. വലിയ ആളുകളൊക്കെ എൻ്റെ ചോദ്യത്തിൽ നിന്ന് ഒഴിവാണ്. പ്രസംഗിക്കാൻ വന്നിട്ട് ഒരു അദബ് കേടുണ്ടാകണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ ആളുകളൊക്കെ എൻ്റെ പ്രസംഗത്തിന് ഒഴിവാണ്. ചെറിയ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെ ചെറിയ കുഞ്ഞുങ്ങളോടാ ചോദിക്കുന്നത്. ഭക്ഷണം കഴിക്കണമെന്നറിയാം, എങ്ങനെയാ കഴിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിയുമെന്ന ചോദ്യം. കഴിക്കണമെന്നറിയാം, ഭക്ഷണം കഴിക്കണമെന്നറിയാം, എങ്ങനെ കഴിക്കണം? ഒരു ദിവസം ചുരുങ്ങിയത് 3 നേരം ഭക്ഷണം കഴിച്ച് കാലങ്ങളായി ജീവിക്കുന്ന ആളുകളോടാണ് ഞാൻ ചോദിക്കണത്, എങ്ങനെയാ ഭക്ഷണം കഴിക്കേണ്ടത്? ഇതെന്തൊരു ചോദ്യമാണ് എന്ന് തോന്നരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റിൽ നിന്ന് എങ്ങനെയാ ഭക്ഷണം എടുക്കേണ്ടത്, വായക്കകത്തേക്ക് എങ്ങനെയാ വെക്കേണ്ടത്, എങ്ങനെയാണത് ചവച്ചരച്ച് കഴിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചതാണ്, ഞാൻ വിഷയത്തിലേക്ക് വന്നിട്ടൊന്നുമില്ല. ജീവിക്കാൻ അറിയില്ല എന്നതാണ് പുതിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ പുതിയ കാലം എന്ന് പറയണ്ട, പൊതുവെ മനുഷ്യൻ ജീവിതത്തിൽ ദുരിതത്തിലും ദുഃഖത്തിലും രോഗത്തിലും വേദനകളിലൊക്കെ ആവാനുള്ള കാരണം ജീവിക്കാൻ അറിയില്ല എന്നതാണ്. ഭൗതിക ലോകത്ത് സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലും ജീവിക്കണം. റാഹത്തന്നല്ലേ എന്നല്ലേ നമ്മൾ ചോദിക്കും. ഇവിടെ അങ്ങനെ ചോദിക്കൂലേ? റാഹത്തല്ലേ എന്ന് ചോദിക്കൂലേ? ദുഃഖത്തിലാണോ എന്ന് ആരോടും കാര്യം ചോദിക്കൂ. നിങ്ങളൊക്കെ ദുഃഖത്തിലാണോ എന്ന് ചോദിക്കോ? റാഹത്തന്നല്ലേ എന്നല്ലേ ചോദിക്കണത്? അപ്പൊ റാഹത്ത് വേണമെന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് വെച്ചാല് എല്ലാരും കേൾക്കാൻ ആഗ്രഹിക്കണ മറുപടി എന്താണ്? അൽഹംദുലില്ലാ റാഹത്താണ്. ചില ആൾ പറയും അങ്ങനെ തട്ടിയും മുട്ടൊക്കെ പോകുന്നുണ്ട്, കണ്ണൂരൊക്കെ അങ്ങനെ പറയും, ഇവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒപ്പിച്ച് പോവാണെന്ന് പറയും. ഇവിടെ അങ്ങനെ പറയാറുണ്ടോന്ന് അറിയില്ല. അങ്ങനെ എന്താ പറയാ, ചെറിയ മട്ടത്തിൽ അങ്ങനെ പോണെന്ന് പറയും. വലുപ്പത്തിലാണെങ്കിലും അങ്ങനെ പറയാം. അത് വിനയം കൊണ്ടൊന്നും പറയണമൊന്നുമല്ല, അതൊരു ശീലാണ്. നിയമത്തെ അങ്ങോട്ട് അംഗീകരിക്കാനുള്ള മനസ്സിലായിക. ലഭിച്ച അനുഗ്രഹങ്ങളെ സമ്മതിക്കാനുള്ള മനസ്സിലായികയിൽ നിന്നാണ് അജാതി വർത്താനം വരിക എന്നാണ്. അൽഹംദുലില്ലാ എന്ന് നല്ല റാഹത്ത് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ജീവിതത്തിൽ സ്തുതിക്കപ്പെടുന്ന അവസ്ഥക്കാണ് ആരോഗ്യമെന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ് ആരോഗ്യമെന്ന് ചോദിച്ചാൽ സ്തുതിക്കപ്പെടുന്ന അവസ്ഥ. രോഗമാണെങ്കിൽ ആരും അൽഹംദുലില്ലാ എന്ന് പറയില്ല, വലിയ പ്രയാസമാണ്, അറിയാലോ. അപ്പൊ രോഗം മാറിയാലോ അൽഹംദുലില്ലാ എന്റെ രോഗം മാറി, അപ്പൊ ഞാൻ ആരോഗ്യത്തിലായി. സ്തുതിക്കപ്പെടുന്ന അവസ്ഥക്കാണ് സിഹത്ത് എന്ന് പറയുന്നത്. ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാര ശേഷമുള്ള ദുആഇന് ശേഷം ഈമാന്റെ വർധനവിന് വേണ്ടി ദുആ ചെയ്ത് കഴിഞ്ഞാൽ, ഈമാന്റെ കാര്യത്തിൽ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്തു എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹാ പഠിപ്പിക്കുന്നു. നിസ്കാര ശേഷം ഈമാൻ കഴിഞ്ഞാൽ മനുഷ്യന്മാർ ദ്വാരക്കേണ്ടത് ആരോഗ്യത്തിന് വേണ്ടിയാണ്, ശാരീരിക ക്ഷമതയ്ക്ക് വേണ്ടിയാണ്. ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് നൽകുന്ന ഗൗരവം അതിൽ നിന്ന് മനസ്സിലാവും. വഹ്ദിനി വആഫിനി, എവിടെ കേട്ടത്? ഇതുവാ കേട്ടിട്ടില്ല. നിങ്ങൾ എന്തൊന്നും ഉണ്ടാത്ത് ക്ലാസ്സിൽ നിങ്ങൾ എന്തെങ്കിലും പറയും. വഹ്ദിനി വആഫിനി കേട്ടിട്ടേ ഇല്ല. കേട്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയണല്ലേ ഇത്, നമ്മളിതെപ്പോഴും പറയണതാണ്. വഹ്ദിനി, നീ എന്നെ നേർമാർഗത്തിലാക്കണേ, എന്റെ വഴികൾ അങ്ങോട്ട് നന്നാക്കണേ.
വഅഫിനി. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ പറയും മനുഷ്യന്മാർ, നിങ്ങൾ എന്താ മിണ്ടാണ്ടിരിക്കുക? ഞാൻ ചെറിയ ആളാണ്. വലിയ മൊയിലാമാര് വേറെ പറയുമ്പോൾ ഒന്നും മിണ്ടാണ്ട് കേൾക്കണം. ചെറിയ ആളുകളൊക്കെ പറയുമ്പോൾ എന്താക്കുക, ഇങ്ങോട്ടും പറയാം. എന്താ വഅഫിനി? അത് അറബി, ഞാൻ വാഫിയത്ത് എന്നല്ലേ പറഞ്ഞേ. നിങ്ങൾ മലയാളം പറയും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ മലയാളം മനസ്സിലാവുമെന്നൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഈശ്വരമംഗലം എന്നൊക്കെ കേട്ടിട്ട് കർണാടകയുടെ ബോർഡറിലുള്ള സ്ഥലം എൻ്റെ മലയാളി ഇവർക്കൊക്കെ മനസ്സിലാവും. നോട്ടീസ് കണ്ടപ്പോൾ നല്ലോണം ബേജാറായി. അത് കന്നഡത്തിലാണ്. സാധാരണ എല്ലാ സാഹസിനും പോയി ഒന്ന് നോട്ടീസ് ചുമ്മാ വായിക്കും. വായിച്ചാലും വായിച്ചില്ലെങ്കിൽ പ്രസംഗം നടക്കുമെങ്കിലും ഒന്ന് വെറുതെ വായിക്കും. ഞാനിത് എടുത്തിട്ട് വായിക്കാൻ അറിയാത്ത ആൾ പത്രം നോക്കണമാതിരി ചുമ്മാ നോക്കി പിന്നെ അവിടെ വെച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. വഅഫിനി പറയ്, എൻ്റെ ശരീരത്തെ ആരോഗ്യത്തിലാക്കണേ, എൻ്റെ ശരീരത്തെ നീ ആരോഗ്യത്തിലാക്കണേ അല്ലാഹ്. നിസ്കാരത്തിലാ ചോദിക്കണത്, നിസ്കാരത്തിലാണ് ചോദിക്കുന്നത്. രോഗങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിലെ ഒരു പ്രത്യേക ആരാധനയുടെ ഉള്ളകം, ഒരു ആരാധനയുടെ അകത്തുള്ള ദുആയിലേക്ക് വരുമ്പോ മനുഷ്യന്റെ ശാരീരിക ആരോഗ്യത്തിന് മതം കൊടുത്ത പ്രാധാന്യം മനസ്സിലാക്കാം. സുബ്ഹ് നിസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിലേക്ക് വന്നാൽ, ഇഅ്തിദാലിൽ സാധാരണ ചെയ്യുന്ന ദുആയിന് ശേഷം അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്, അടുത്തത് നിങ്ങൾ പറയും വആഫിനാ ഫീമൻ ആഫൈത്. എന്താ ഇത് വരക്കണത്? ഹൃദയത്തിന് ആരോഗ്യം വേണമെന്നാണ്, അല്ലാണ്ട് സ്വർഗത്തിൽ ഹൗദൽ കൗസർ വേണമെന്നല്ല അത് വരുന്നത്. വആഫിനാ ഫീമൻ ആഫൈത്, നീ ആരോഗ്യം നൽകിയവരോടൊപ്പം എന്നെയും ആരോഗ്യത്തിലാക്കണം. ലോകത്ത് ജീവിച്ചു കഴിഞ്ഞു പോയവരിൽ ഏറ്റവും നല്ല ആരോഗ്യവാനായി ജീവിച്ചത് മുഹമ്മദുർ റസൂൽ. അപ്പൊ ശഅബാനു ശഹ്രി, എന്നെ അറിയേണ്ട മാസമാണ് ശഅബാൻ. ശഅബാനിൽ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ട അമൽ എന്താണ്? മഅരിഫത്തുർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുക എന്നതാണ്. എങ്കിലേ ഉസ്വത്തുൻ ഹസന, ഇത്തിബാഉസ് സുന്ന എന്നൊക്കെ പറയണതിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തോറ്റുപോയത് റസൂലുള്ളാഹിനെ അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയില്ല നമുക്ക്. അതുകൊണ്ട് ജീവിതത്തിൽ തോൽവികൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ. സ്വഹാബത്ത് എങ്ങനെ ജയിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞു. അള്ളാഹു അറിയാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകട്ടെ. അപ്പൊ നോക്ക്, നിസ്കാരത്തിൽ വളരെ പ്രധാനപ്പെട്ട സമയത്ത് ഹിദായത്തിന്റെ കാര്യത്തിൽ ചോദിച്ച ഉടനെ, ഹിദായത്തിന്റെ വിഷയത്തിൽ ചോദിച്ച ഉടനെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം. വിശുദ്ധ മതം പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയണം. മനുഷ്യനായി പിറന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ എന്ന അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനായി ജനിച്ച ഒരാൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ അനുഗ്രഹം ഈമാൻ. ഈമാൻ എന്ന അനുഗ്രഹം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം അസ്സിഹ്ഹത്തു, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യമെന്ന് മുഹമ്മദുർ റസൂൽ. ഇതെത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഈമാൻ എന്ന അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ അനുഗ്രഹം എണ്ണിയത് നല്ല ശാരീരിക ക്ഷമതയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് തരട്ടെ. അള്ളാഹുവെ, ഈ സദസ്സിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞത് കാരണം അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നല്ല വാക്കുകൾ കേൾക്കുന്നത് രോഗത്തിന്റെ ശമനമുണ്ടാക്കും. നല്ല ആളുകൾ വരുന്നതും അവർ തൊടുന്നതും അവരെ കാണുന്നതും രോഗത്തിന് ശിഫാഇനെ തരും. മനസ്സിലാവുണ്ടോ? ബാംഗ്ലൂരൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, നിസ്കരിച്ച് ഇറങ്ങുമ്പോണ്ടാവും കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ പിള്ളേരെയും കൊണ്ടിരിക്കുന്നത്. എന്താ അത്? നിസ്കരിച്ച് ഇറങ്ങണ ആള് മന്ത്രിച്ചു ഊതാൻ വേണ്ടിയിട്ട്. മന്ത്രിക്കൊന്നുമില്ല, ചുമ്മാ ഊതും.
ഞാൻ കണ്ടതാണ് ഒരു പ്രാവശ്യം ബൊമ്മനഹള്ളിയിൽ അവിടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ മൈരൂസ് കച്ചിറങ്ങുമ്പോൾ ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം. ഞാൻ കരുതി പിരിവിന് ക്യൂ നിൽക്കില്ല, എല്ലാവരും പാടെ പല ഭാഗത്തായിട്ട് നിൽക്കുക, സംഭാവന വാങ്ങാൻ നിൽക്കൽ. ഇത് അപ്പടെ ക്യൂ അല്ല അതബിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പിള്ളേർ എടുത്തിട്ട്, തള്ളാര് പെണ്ണുങ്ങളെ. അപ്പൊ ഇറങ്ങുന്ന ആളൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ട് പോവാണ്. എന്തോ ചെല്ലുന്നുണ്ടോ? ഒന്നും ചെല്ലണ്ട, മന്ത്രിക്കാന്ന് പറഞ്ഞാൽ ചെല്ലൊന്നും വേണ്ട, നല്ല മനസ്സോട് ഊതിയാൽ തന്നെ ഷിഫായിനെ കിട്ടും. മനസ്സ് നല്ലതല്ലാത്തവൻ ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചാലും ഷിഫ കിട്ടുകയും ചെയ്യില്ല. അങ്ങനെയുണ്ട്. മനുഷ്യന്മാരോട് സ്നേഹവും കൃപയും വാത്സല്യൊക്കെ ഉള്ള ആള് ഒന്നും പറയാതെ ഊതിയാലും ഷിഫ. ഇതൊന്നുമില്ല. മനുഷ്യന്മാരോട് വെറുപ്പാണ്, മനുഷ്യന്മാരെ അംഗീകരിക്കൂല, മനുഷ്യന്മാരുടെ പരിഗണിക്കൂല, അയാളുടെ കാര്യം മാത്രം നോക്കി നടക്കണം. ഖുർആൻ മുഴുവൻ ഓതിയിട്ട് മന്ത്രിച്ചാലും ഷിഫയാവൂല. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രത്തിൽ പഠിക്കാൻ കഴിയും നിങ്ങൾക്ക്. എന്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോവല്ല. ഒരു അനുഭവം, ഒരു കാര്യം പറയുന്നതിനിടയിൽ പറഞ്ഞു വന്നെന്താണ്, ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇവിടെ ഉസ്താദ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ആരാധനക്ക് വേണ്ടിയല്ലാതെ. അപ്പൊ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ശരീരത്തിന് സിഹത്ത് വേണം, ഖുവ്വത്ത് വേണം, നശാത്ത് വേണം. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം തന്നെ എഴുതിയിട്ടുണ്ട്, നശാത്ത് നിസ്കാരത്തിലേക്കൊക്കെ പോകേണ്ടത് ഉന്മേഷത്തോടു കൂടിയാണ്, ഉറക്കം തൂങ്ങിയ അവസ്ഥയിലല്ല. അപ്പൊ ആരോഗ്യം വലിയ നിഅമത്താണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മതം, വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്.